ഞാനൊരു പെണ്ണിനെ ആത്മാർത്ഥമായി പ്രണയിച്ചു. അവൾ എന്നെയും പ്രണയിച്ചു. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പ്രണയിച്ചു ദിവസങ്ങൾ കടന്നുപോയി, മാസങ്ങൾ കടന്നുപോയി, വർഷങ്ങൾ കടന്നുപോയി. എൻ്റെ എല്ലാമെല്ലാം അവൾക്കറിയാം, അവളുടെ എല്ലാമെല്ലാം എനിക്കറിയാം. ഒരു നാൾ അവൾ എന്നോട് പറഞ്ഞു, എനിക്ക് നിന്നെ ഇഷ്ടമില്ലടാ, ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ എന്നും നിന്റെ ഒരു കൂട്ടുകാരനാകാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് നിന്നെ വിവാഹം കഴിക്കണ്ട, എനിക്കൊന്നും നിന്റെ ഒരു സുഹൃത്തായാൽ മതി എന്ന് ഒരിക്കൽ അവൾ എന്നോട് പറയുകയാണ്. ആ നിമിഷം എനിക്കുണ്ടാകുന്ന വിഷമം, ആ നിമിഷം എനിക്കുണ്ടാകുന്ന വേദന, ആ നിമിഷം എന്നിലേക്ക് വരുന്ന അതിഭയാനകരമായിട്ടുള്ള ഒരു പ്രത്യേക അവസ്ഥ, അതൊന്നും ഒരു പക്ഷേ മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാനോ സാധിക്കില്ല. കാരണം ഞാനത് അനുഭവിച്ചു. അനുഭവങ്ങളിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ആ ഒരു അനുഭവത്തിൽ ഞാൻ എൻ്റെ ജീവിതം നശിപ്പിക്കാൻ പോവുകയാണ്. ആ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ ഞാൻ എൻ്റെ ജീവിതം തന്നെ എനിക്ക് നഷ്ടപ്പെട്ടു. ഇനി അവളില്ലാതെ ഞാൻ എന്തിന് ജീവിക്കണം എന്നോർത്ത് ഞാൻ എൻ്റെ ജീവിതം നശിപ്പിക്കുകയാണെങ്കിൽ അവൾ അങ്ങ് ജീവിച്ചു പോകും, ഞാൻ അങ്ങ് ഇല്ലാതായി പോകും. അവളുടെ ജീവിതം ഇങ്ങനെ വർഷങ്ങളോളം കഴിഞ്ഞു പോയി സുഖസൗകര്യമായി ജീവിക്കും. എൻ്റെ ജീവിതമോ ഇങ്ങനെ നഷ്ടപ്പെട്ട് എൻ്റെ ജീവിതം അതോടുകൂടി നഷ്ടപ്പെടും. എനിക്ക് സൗഹൃദങ്ങളില്ല, എനിക്ക് സുഖസൗകര്യങ്ങളില്ല, യാതൊന്നും തന്നെ ഞാൻ പിന്നെ അറിയുന്നില്ല. കാരണം ഞാൻ മരണത്തിന് കീഴടങ്ങി കൊടുത്തു. പലപ്പോഴും പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ പ്രണയിക്കുമ്പോൾ ഒരാൾ നിങ്ങളെ ജീവിത പങ്കാളിയാകണം എന്ന് ആഗ്രഹിക്കുന്നില്ല, നിങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് ഇത് നല്ലൊരു അവസരമായിട്ടാണ് നിങ്ങൾ കാണേണ്ടത്. കാരണം ഇതിനേക്കാൾ നല്ലൊരു ജീവിത പങ്കാളി നിങ്ങൾക്ക് വരാനിരിക്കുകയാണ്. ആ ജീവിത പങ്കാളി പോകട്ടെ, ഇതിനേക്കാൾ വലിയൊരു ജീവിത പങ്കാളി നിങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോവുകയാണ് എന്നത് മാത്രമാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് കേട്ടോ. വെറുതെ വേണ്ടാത്ത കാര്യം ചിന്തിച്ച് ജീവിതം നശിപ്പിക്കരുത്, ചിന്തിക്കുക.